ഹായ് നമസ്കാരം. ഇന്ന് ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ദം ബിരിയാണിയാണ് വിത്ത് റോസ് ബ്രാൻഡ് കൈമ റൈസ്. ആദ്യം തന്നെ നമുക്ക് ബിരിയാണി മസാല ഉണ്ടാക്കാം. ഹോൾ സ്പൈസസ് ഒന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. നമ്മുടെ ദം ബിരിയാണി ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇടിച്ചക്ക വെച്ചിട്ട് ഒരു കോഫ്ത ഉണ്ടാക്കിയിട്ട് നമ്മൾ ദം ബിരിയാണിയിൽ ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മളെ മട്ടൻ ദം ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള മട്ടന് നമ്മൾ തൈരും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്ത് മാറ്റിയേക്കാം. കോഫ്ത ഉണ്ടാക്കാൻ വേണ്ടി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് നേരത്തെ പൊരിച്ച് അതേ എണ്ണയിൽ തന്നെ വറുത്ത് കോരി മാറ്റിയേക്കാം. പിന്നെ നമുക്ക് ബിരിയാണിക്കുള്ള ഉള്ളി പൊരിച്ച് മാറ്റി കോര, അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പൊരിച്ച് കോരി മാറ്റി വെച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. മസാലയിൽ ആദ്യം ഉള്ളി വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് തക്കാളി ചേർത്ത് ഒന്ന് വയന്ന് വന്നതിന് ശേഷം നമുക്ക് മട്ടൻ വേവിച്ച സ്റ്റോക്കും ചേർത്തിട്ട് പിന്നെ നമുക്ക് ഒന്ന് നന്നായിട്ട് എല്ലാം മിക്സ് ആയതിന് ശേഷം മട്ടനും അതേപോലെ കോഫ്തയും ചേർത്തിട്ട് കൂടെ മല്ലിയിലയും പുതിനയും ആവശ്യത്തിന് തൈരും ചേർക്കുക, ചെറുതീയിൽ വേവിക്കുക. നമ്മളെ മസാല സെറ്റ്. നമ്മൾ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടി ബർദുമാൻ റോസ് കഴുകി ഞാൻ 10 മിനിറ്റ് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറ് വെക്കാൻ ഹോൾ സ്പൈസസ് ഉള്ളിയും ഒന്ന് വഴറ്റി വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് അരിയിട്ട് കൊടുക്കുക. അരിയിട്ട് കൊടുത്ത് നല്ലോണം തിളച്ച് കഴിഞ്ഞ് വെള്ളം വറ്റി വരുന്ന സമയത്ത് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ദമ്മിടാം. ദമ്മിടുന്ന സമയത്ത് അടിയിൽ മസാല നിരത്തി മേലെ ചോറ് ലെയർ ചെയ്തിട്ട് നമ്മൾ പൊരിച്ച് കോരിയ ഉള്ളി, മല്ലിയില, നെയ്യ്, ഇത്തിരി ബിരിയാണി മസാല എല്ലാം ഇട്ടിട്ട് ലെയർ ചെയ്തതിന് ശേഷം നമ്മൾ ദമ്മിടാം. നമ്മൾ മൈദ ഒട്ടിച്ചിട്ട് നന്നായിട്ട് അടിയിലൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചാൽ ചെറിയ തീയിൽ അരമണിക്കൂർ ടു 1 മണിക്കൂർ വരെ ദമ്മിട്ടെടുത്ത നല്ല അടിപൊളി ബിരിയാണി വരെ റെഡി ആയിണ്ടേ. ഇനി നമുക്ക് പ്ലേറ്റ് ചെയ്യാം. അതേപോലെ ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പപ്പടം ചെറുതായിട്ട് സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ള പപ്പടമാണ് യൂസ് ചെയ്തത്. ഞാനിവിടെ ഒരു 3 രീതിയിൽ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.